മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പിണറായി വിജയന് കിട്ടിയതൊന്നും പോരാ എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സഭയിൽ നിന്നങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ BJPക്കെതിരെ പറഞ്ഞതിന് BJPക്ക് വേണ്ടി VD സതീശൻ പോലും പിണറായിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തേതുപോലെയൊന്നും അല്ലല്ലോ. പിണറായി വിജയനും VD സതീശനൊക്കെ BJPക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ ഇന്ന് കേരളത്തില് BJPക്ക് 3 MLA മാരുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായിക്ക് മറുപടി കൊടുത്തു. BJPയുടെ MLA BB ഗോപകുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ പിണറായി വിജയൻ വിളിച്ചു പറയുന്ന പച്ചക്കള്ളം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സർ, ഇവിടെ നിയമവും കഴക്കൂട്ടവും ചാത്തന്നൂരും BJP ജയിച്ചു വന്നിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. UDF 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിയമത്തിൻ്റെ കാര്യത്തിൽ 2021 കിട്ടിയ വോട്ട് ഈ മഹാതരംഗം UDFന് അനുകൂലമായി ഉയർന്നു വന്നപ്പോൾ എന്തേ 2026 കിട്ടാതിരുന്നത് എന്നതും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. സർ, ഒരു പ്രത്യേകത കാണാനിടയായി. അത് സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ അഭിനന്ദിക്കുന്ന നിലയുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ നയപ്രഖ്യാപനത്തിലുള്ള ഭൂരിഭാഗവും BJPയുടെ പ്രകടന പത്രികയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കടമെടുത്ത് തയ്യാറാക്കിയതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. സർ, BJP അജണ്ട അനാവരണം ചെയ്യുന്ന നയപ്രഖ്യാപനമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ അനുകൂലിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. സർ, നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക വിവേചനം കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിടുന്നൊരു നാടാണ്. GST നഷ്ടപരിഹാരം, വായ്പാപരിധി നിയന്ത്രണം, കേന്ദ്ര നികുതി വിഹിതത്തിലെ അനീതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതക്കുറവ്, സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ഇടപെടൽ, ഇങ്ങനെ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ തകർക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ 10 കൊല്ലം നിരന്തരം കേരള ജനതയോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ അതേ ശൈലിയിൽ വീണ്ടും പച്ചക്കള്ളം പറയാ. ഓരോന്നിനും നമുക്ക് എടുത്ത് മറുപടി കൊടുക്കാം. കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ലോ എന്നല്ലേ കഴിഞ്ഞ 10 കൊല്ലവും പറഞ്ഞത്. എന്നാൽ VD സതീശൻ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ സമ്മതിച്ചത് കേന്ദ്ര സർക്കാർ പണം തരുന്നുണ്ട് എന്നുള്ളതാ. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻറ്റിൻ്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് വന്നു. സർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നത്? അതിന് ശേഷമാണ് 18-ാണ്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? പൂച്ച പെറ്റ് കിടക്കുന്ന പൊതുഖജനാവ് എന്ന് പറയുന്ന സ്ഥലത്തും അവിടെയും എന്തെങ്കിലും ക്യാഷ് ഉണ്ട് എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷം വിളിച്ചു പറയുമ്പോ ആ ക്യാഷ് പോലും കേന്ദ്രത്തിന്റെ ഫണ്ടാണ് എന്ന് VD സതീശൻ എടുത്ത് പിണറായി വിജയന് മറുപടി കൊടുത്തതാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. അതായത് പൊതുഖജനാവിൽ ഒന്നുമില്ല, വറ്റി വരണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. ആ വറ്റി വരേണ്ടതിൽ ഇപ്പോഴും വന്ന് കിടക്കുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് വരേണ്ട സമയത്ത് നിരന്തരം പൊതുഖജനാവിലേക്ക് എത്തുന്നു എന്ന് പുതിയ മുഖ്യമന്ത്രി VD സതീശൻ തുറന്ന് സമ്മതിക്കുക. ഇത് കേരള ജനത ഒന്നടങ്കം കാണില്ലേ? എന്നിട്ട് പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് ഒന്നും തരും. ഇനി അതൊക്കെ ആ പച്ചക്കള്ളമൊക്കെ കേരള ജനത പുച്ഛിച്ചു തള്ളൂ. ഇപ്പൊ പിണറായി വിജയനും കൂട്ടരും പുതിയ ശൈലി എടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്തെ ശൈലി മാറ്റി വെച്ചിട്ട് ഇപ്പൊ മറ്റൊരു തന്ത്രമാണ്. ഏത് വിധേയരും BJPക്കെതിരെ പറയാ. എന്നിട്ട്
ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംവിധാനങ്ങളെയൊക്കെ തന്നെ പതുക്കെ കൂട്ടിപ്പിടിക്കാനുള്ള അടുത്ത അടവ് നയവുമായിട്ടാണ് ഇപ്പോ പിണറായി വിജയൻ രംഗത്ത് ഏതിനെതിരെയും BJP ക്കെതിരെ പറയാ എന്നുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ എതിര് പറഞ്ഞുപോയി. അതോടുകൂടിയിട്ട് ഇത്തരം ജമാഅത്തെ ഇസ്ലാമി മതം ലീഗ് പാർട്ടിയൊക്കെ ആയിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് UDF-ലേക്കൊക്കെ വോട്ട് പോയി. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോ വീണ്ടും പിണറായി വിജയന് ഈ പറയുന്ന BJP-ക്കെതിരെ കള്ളം വിളിച്ചു പറയാ. ഇവിടെ എന്തൊരു അവസ്ഥയാ. BJP-ക്കെതിരെ എന്തെങ്കിലും പറയാ, എന്നിട്ട് അധികാരത്തിലേക്ക് എത്തുക, കേരള ജനതക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ട. ഇത് രണ്ടു കൂട്ടരും ഈ കണക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ നയപ്രഖ്യാപന പ്രസംഗവും ഈ പറയുന്ന VD സതീശൻ പറയുന്ന നല്ലതിനെ അംഗീകരിച്ചതിനെ പോലും അത് BJP അജണ്ടയാണ് സതീശൻ നടപ്പിലാക്കുന്നത് എന്നും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തള്ളുകയുമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. BJP ഈ രാജ്യത്തുടനീളം ആര് വികസനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതവർ നേരായ മാർഗത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിന് BJP കൈയടിക്കും. നിലവിൽ അവർ പ്രഖ്യാപിച്ചു ആ നടപടികൾ വരുന്നതിനെ BJP സ്വാഗതം ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യത്തുടനീളം വികസനം ആര് ചെയ്താലും അതെത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്താൽ കൈയടിക്കും. അതിലൊരു തർക്കവും BJP-ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ കയക്കൂട്ടം നിയമം ഈ പറയുന്ന ഈ ചാത്തന്നൂരൊക്കെ വിജയിച്ചതേ കണക്കുമെടുത്തിട്ട യഥാർത്ഥത്തിൽ പിണറായി വിജയനൊക്കെ വടി പിടിച്ചതല്ലേ. ഈ പറയുന്ന ഈ കാസർഗോഡ് ഈ പറയുന്ന ഈ K. സുരേന്ദ്രനെയൊക്കെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്? LDF വോട്ട് മൊത്തം കൊണ്ടുപോയിട്ട് UDF-ലേക്ക് കൊടുത്തു. അതല്ലേ നടന്നിട്ടുള്ളത്? K. സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ K. സുരേന്ദ്രൻ പരാജയപ്പെടാനുള്ള ഒരു കാരണം LDF വോട്ടടക്കം ഒന്നടക്കം UDF-ലേക്ക്. ഇനി നേരെ പറയുന്ന പാലക്കാട് എന്താ അവസ്ഥ? ശോഭാ സുരേന്ദ്രൻ വിജയിക്കേണ്ടതായിരുന്നു. LDF വോട്ട് ഒന്നടങ്കം ഈ പറയുന്ന പിഷാരടിയിലേക്ക്, കോൺഗ്രസ് വോട്ടിലേക്ക്. അതായത് LDF പരമാവധി BJP-യൊക്കെ പരാജയപ്പെടുത്താൻ കാര്യങ്ങൾ ചെയ്തു, പരമാവധി വോട്ട് മറിച്ചു. അതേപോലെ സതീശനും UDF ടീമും ഇവർക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചില്ല. LDF ജയിക്കാൻ സാധ്യതയുള്ള BJP-യും LDF-ഉം നേർക്ക് നേരുള്ളിടത്ത് UDF-ന് വോട്ട് മറിക്കാൻ മറന്നുപോയി. ഇതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. വടി പിടിച്ചത് LDF ആണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരൊക്കെ തന്നെ ഇപ്പോ കൈക്കൂട്ടത്തെയും ഈ പറയുന്ന ചാത്തന്നൂരിലെയും നിയമത്തെയും ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുക. അതിന് BB ഗോപകുമാർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ. രണ്ട് മുന്നണി ഇന്ന് കേരള നിയമസഭയിൽ സെക്ഷൻ എന്താ പറഞ്ഞത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ നടത്തുന്നു. ഇപ്പോൾ നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ഡീല് നടത്തിയിട്ടാണ് ജയിക്കുന്നതാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തുന്നത്. ഒരു കാര്യം രണ്ട് മുന്നണിയെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ ജനവിധി അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. നേമത്തെയും കഴക്കൂട്ടത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത്. 30 ലക്ഷം വോട്ട് എന്ന് BJP-ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 ലക്ഷം വോട്ട് ചെയ്തവർ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളത് പരിശോധിക്കാതിരുന്നാൽ കേരള നിയമസഭയിലേക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് BJP വരും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതാണ്, ഈ നിഷേധാത്മകമായ നിലപാടാണ് ജനങ്ങളോട് ഈ രണ്ടു മുന്നണിയും തുടരുന്നത്. നിങ്ങൾ കേട്ടില്ലേ? വളരെ ആർജവത്തോടു കൂടി തന്നെയാണ് BB ഗോപകുമാർ മറുപടി കൊടുക്കുന്നത്. അധികം വൈകാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് BJP മുഖ്യമന്ത്രിയെ കേരള ജനത തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാ അദ്ദേഹം എടുത്തു പറയുന്നത്. സാമാന്യ മര്യാദ പിണറായി വിജയനും VD സതീശനും കാണിക്കണമെന്ന് തന്നെയാ BB ഗോപകുമാർ കൃത്യമായിട്ട് നട്ടല് നിവർത്തിക്കൊണ്ട് ഈ രണ്ട് നേതാക്കന്മാരോടും പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയനോടും കൂട്ടരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എനിക്കും പരമാവധി BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ പച്ചക്കള്ളം നിരന്തരം പറയണം. നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ അണികൾ ഒന്നടങ്കം ഇന്നല്ലെങ്കിൽ നാളെ BJP-യിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. പിണറായി വിജയനൊക്കെ ഇപ്പോ ഈ പറയുന്ന പ്രീണന രാഷ്ട്രീയത്തിൽ BJP-ക്കെതിരെ എന്തെങ്കിലും പറയാ, എന്നിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള നിങ്ങളുടെ അജണ്ട CPM പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ട് കേരള ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, കേരളത്തിന്റെ വികസനത്തിന് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്ന BJP-ക്കൊപ്പം CPM-ന്റെ ഒന്നടങ്കം പ്രവർത്തകരും അധികം വൈകാതെ BJP-യിലേക്ക് എത്തുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞാൻ എടുത്തു പറയുന്നു, വരാൻ പോകുന്ന കേരളത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാവും. BJP വളരെ പെട്ടെന്ന് ഇവിടെ
വളരെ വലിയ രീതിയിൽ വളർച്ച നേടി അധികാരത്തിലേക്കും എത്തും. അതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് UDF-ഉം LDF-ഉം ഇവിടെ ഒരേപോലെ BJP-ക്കെതിരെ എന്തെങ്കിലും പറയുക എന്നുള്ളത് മാത്രം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് കോൺഗ്രസിലെയും വലിയൊരു സമൂഹം, CPM ഒന്നടങ്കം BJP-യിലേക്ക് എത്തുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.